തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയുടെ ദുരൂഹതകൾ ഒഴിയുന്നില്ല. 5 പേരുടെ കൊലപാതകത്തിന് അഫാൻ ഉപയോഗിച്ച ചുറ്റിക പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. പ്രതി അഫാന്റെ വീട്ടിൽ നിന്നാണ് ചുറ്റിക കണ്ടെത്തിയത്. പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. പ്രതിയുടെ മാനസികാരോഗ്യവും പരിശോധിക്കും. ഡിസ്ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് നെടുമങ്ങാട് ഡിവൈഎസ്പി അരുൺ പറഞ്ഞു. എല്ലാം ഒരേ സമയത്ത് 9 മണിയാകുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ആവും. അത് ഡോക്ടറുടെ തീരുമാനം പ്രകാരം. അതിൽ തൃപ്തികരമാണ്. ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന മുറയ്ക്ക് അറസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ 9 മണിയാകുമ്പോൾ തീരും എല്ലായിടത്തും പറയുന്നത്. ഉമ്മ ഷെമിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ്. അഫാന്റെ അച്ഛന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതായും ഇതാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു. അഫാൻ പേരുമലയിൽ നിന്ന് പാങ്ങോട്ടേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊല്ലപ്പെട്ടവരുടെ 5 പേരുടെയും പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. പെൺസുഹൃത്ത് ഫർസാനയുടെയും പിതാവിന്റെ ഉമ്മ സൽമ ബീവിയുടെയും സംസ്കാരം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുകയാണ്. അഞ്ജു, ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ജു ആ ആയുധം വാങ്ങിയ കടയിൽ നിന്നാണ്, പ്രതി ആയുധം വാങ്ങിയ കടയിലാണ് ഉള്ളത് എന്നാണ്. ഈ ആയുധം പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ 5 കൊലപാതകങ്ങൾക്കും ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ആയുധമാണോ? 5 കൊലപാതകങ്ങൾക്കും ഒരു കൊലപാതക ശ്രമത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ആയുധമാണോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ആയുധം ഈ അഫ്സാന്റെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ആയുധം കണ്ടെത്തി എന്ന് പറഞ്ഞ് മൊഴി നൽകിയിട്ടുള്ള കടയിലാണ് നമ്മൾ എത്തിയത്. പക്ഷേ നിലവിൽ ഇപ്പോൾ കടയുടമ പറഞ്ഞത് അത്തരത്തിലൊരാളും ഇവിടെ എത്തിയിട്ടില്ലെന്നാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, അങ്ങനെ ആരെങ്കിലും വന്നു? എൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പോകുന്നെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകും, അങ്ങനെ സമയത്ത് ഇവരാരും കൊടുത്തിട്ടില്ല, അങ്ങനെ പറ്റിയിട്ടുമില്ല എൻ്റെ ഓർമ്മയിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വാർത്തയിലൊക്കെ കണ്ടു കാണുമല്ലോ പ്രതിയെ. അപ്പോൾ അറിയാം, പത്രത്തിൽ കണ്ടായിരുന്നു, ഞാൻ നോക്കിയായിരുന്നു, എനിക്കറിയാം. ഓർമ്മയിൽ വരുമ്പോൾ അറിയാവുന്ന നേരത്തെ കാര്യം. പിന്നെ ദിവസങ്ങൾ കഴിയുന്നവരും ഓരോരുത്തർ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന് അടുത്തൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല. ഇപ്പം അതിനാ നന്നായിട്ട് എൻ്റെ ഓർമ്മയില്ല. അങ്ങനെ ഇവിടുന്ന് അങ്ങനെ സാധനങ്ങൾ ഈ അടുത്ത് അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വാങ്ങിച്ച ആളുകൾ അങ്ങനെ അറിയാൻ പറ്റില്ല. CCTV എനിക്കില്ലല്ലോ, അങ്ങനെയില്ല. പരിസരത്ത് അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ താമസിക്കുന്നത് തന്നെ മാണിക്യപ്പള്ളിയുടെ അപ്പുറത്താണ്. വലിയ ഓഫീസിനോട് ചേർന്നാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ പോലീസ് ആരെങ്കിലും വിളിച്ചോ? എന്തെങ്കിലും ആരും വിളിച്ചോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. അതായത് നിലവിൽ പ്രതി പോലീസിനോട് മൊഴി നൽകി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ വെഞ്ഞാറമൂടുള്ള ഒരു കടയിൽ, ഹാർഡ്വെയർ ഷോപ്പാണ് ഈ ആണ്ടാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കടയിൽ നമ്മൾ എത്തി. ഈ ഇദ്ദേഹത്തോട്, കടയുടമയോട് തന്നെ നമ്മൾ ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് അത്തരത്തിൽ ആരും തന്നെ ഇവിടെ വന്നതായിട്ട് ഓർമ്മയില്ല എന്നതാണ്. അപ്പോൾ പ്രതി അത്തരത്തിലൊരു മൊഴി എന്തടിസ്ഥാനത്തിലാണ് കൊടുത്തത്, പോലീസിനെ അന്വേഷണം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുകയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ പരിശോധിക്കേണ്ടത്. എന്തായാലും നിലവിൽ പോലീസ് അംഗങ്ങൾ ആരും ഈ കടയുടമയെ ബന്ധപ്പെടുകയോ സംസാരിച്ചിട്ടോ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രതിയുടെ മാനസിക നില സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പ്രശ്നമുണ്ട്. കാരണം ഇന്നലെ വൈകിട്ട് താൻ ആത്മഹത്യക്ക് ശ്രമിച്ച, അതായത് എലിവേഷൻ കഴിച്ചതിന് ശേഷമാണ് വെഞ്ഞാറമൂടിലെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി പോകുന്നത്. പക്ഷേ അതിനുശേഷം ഈ പ്രതി ആശുപത്രിയിലേക്ക് പ്രതിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ പ്രതി വളരെ അധികം, അതായത് ഈ ആശുപത്രിയിലുള്ള ഈ ചികിത്സയോടൊന്നും സഹകരിക്കാത്ത രീതിയിലായിരുന്നു പെരുമാറ്റം എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും പോലീസിൽ നിന്നും ഇന്നലെ ഉൾപ്പെടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എലിവേഷൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് പ്രതിവിധിയായിട്ട് ചില മരുന്നുകൾ ഉൾപ്പെടെ നൽകുന്ന ഘട്ടത്തിൽ അതൊക്കെ തട്ടിമാറ്റുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നുവെന്ന് പോലീസിൻ്റെ ചില പോലീസ് അംഗങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലായിരുന്നു ഇന്നലെ ചികിത്സയോടുൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതുവരെ അത് തെളിഞ്ഞിട്ടില്ലെന്നാണ് പോലീസും പറയുന്നത്. മരുന്ന് കുത്തിയ ഈ
മരുന്നുകളോട് ഇന്നലെ കാണിച്ച വിമുഖത ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 3 പോലീസ് സ്റ്റേഷൻ പരിധിയിലായിട്ടാണ് ലക്ഷ്മി ഈ കുറ്റകൃത്യം നടന്നിട്ടുള്ളത്, ഈ ക്രൂര കൊലപാതകം നടന്നിട്ടുള്ളത്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി പ്രധാനമായിട്ടും 5 പേരെയും തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് ആ കൊല നടന്നതായിട്ട് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ആരും തന്നെ ഒരു നിലവിളിയും കേൾക്കാതെ അത്രയും ദാരുണമായിട്ട് ഈ കൊല എങ്ങനെ ചെയ്തു എന്നുള്ളതിൽ തന്നെയാണ് ഏവർക്കും സംശയമുള്ളത്. അത് ഈ 3 വീടുകൾ കിടക്കുന്നത് 20 കിലോമീറ്റർ ദൂരെയായിട്ടാണ്. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് അത്രയും ദൂരം ബൈക്കിൽ സഞ്ചരിച്ച് പ്രതി ക്രൂരകൃത്യം ഒറ്റയ്ക്ക് നടത്തിയോ ആരുടെയെങ്കിലും പ്രേരണയുണ്ടായോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ പ്രതി ഇക്കാര്യങ്ങളൊക്കെ കുറ്റസമ്മത മൊഴിയായിട്ട് നൽകുമ്പോഴും സാമ്പത്തിക പരാധീനതകൾ, സാമ്പത്തിക ബാധ്യത, ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ സത്യമാണോ എന്നുൾപ്പെടെ പരിശോധിക്കണം. ഇന്നലെ ഇതൊക്കെ കഴിഞ്ഞ് ഈ കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് കൃത്യം 5 മണിക്ക് തന്നെ ഈ വസ്ത്രങ്ങളൊക്കെ മാറി കുളിച്ചതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ വേണ്ടി പ്രതി പോയത് എന്നാണ് നിലവിൽ പോലീസിൽ നിന്നടക്കം വിവരങ്ങൾ ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ആദ്യം താൻ ഈ കൊലപാതകത്തിന് ആദ്യം കൊല ചെയ്യാൻ ശ്രമിച്ചത് തൻ്റെ മാതാവിനെയാണെന്ന് പ്രതി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രതി ഏറ്റവും ഒടുവിൽ തൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരെയും വളരെ ദാരുണമായിട്ട് തലക്കടിച്ച് മുകളിലത്തെ നിലയിൽ, 2ാമത്തെ നിലയിൽ മുറിക്കുള്ളിൽ കസേരയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചോര വാർന്ന് എല്ലാവരും പിടഞ്ഞു മരിക്കുന്നത് കണ്ട് മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ താൻ പോയതെന്നും അതിനുശേഷമാണ് 6 പേരെയും കൊലപ്പെടുത്തിയെന്ന് പ്രതി പോലീസിനോട് പറയുന്നത്. അതിൽ ഭാഗ്യമെന്നോണം ഉമ്മയെ രക്ഷപ്പെടുത്താൻ നിലവിൽ സാധിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് നിലവിൽ ഉമ്മ കഴിയുന്നത്. ഈ സഹോദരൻ്റെ കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ വളരെ പ്രിയപ്പെട്ട, അതായത് തൻ്റെ കൂടെ എപ്പോഴും പള്ളിയിലേക്ക് പോകുകയാണെങ്കിലും മറ്റെവിടെ പോകുകയാണെങ്കിലും കൂടെ കൊണ്ടു നടക്കുന്ന തൻ്റെ സഹോദരനെ തന്നിൽ ഈ പ്രതിയേക്കാൾ 10 വയസ്സ് ഇളയതാണ് ഈ ഇളയ സഹോദരൻ. അപ്പോൾ ഈ സഹോദരനെ സ്കൂളിൽ നിന്ന് വരുന്നത് വരെ കൊല്ലാനായി കാത്തിരുന്നു എന്നതാണ് വളരെ വേദനിപ്പിക്കുന്ന കാര്യം. ഈ സഹോദരനെ നമുക്ക് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതിയുമായി ബന്ധപ്പെട്ടിട്ട് പേരുൾപ്പെടെ സെർച്ച് ചെയ്ത് നോക്കി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതി ഈ സ്വന്തം സഹോദരനെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ കാണാം. അപ്പോൾ അത് അത്തരത്തിൽ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരാളെയാണ് അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ ഉറ്റവരെ കൊന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീകരമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നാലെ സ്കൂളിൽ നിന്നെത്തിയ ഇളയ സഹോദരനെ ചുറ്റിക കൊണ്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് മന്തി ഉൾപ്പെടെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നത് എന്നത് പോലീസിനോട് പ്രതി മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ കൊല നടത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് സഹോദരനെയും കൊന്നു. അങ്ങനെയാണ് കൊല നടത്തിയത് എന്നതാണ് പോലീസിൽ ഈ പ്രതി പറയുന്നത്. മാത്രമല്ല ഈ പ്രതി ആത്മഹത്യ ശ്രമിച്ചത് ഇതാദ്യമായിട്ടല്ല. 8 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മറ്റൊരു ആത്മഹത്യക്ക് കൂടി പ്രതി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നത് തന്നെയാണ് നിലവിൽ പോലീസിൽ നിന്നും ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഈ മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിനെ ചൊല്ലി മാതാപിതാക്കളുമായി തർക്കമുണ്ടാകുകയും അതിന് പിന്നാലെ തന്നെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന എലിവിഷൻ കഴിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആത്മഹത്യക്ക് മുൻപും ശ്രമിച്ചതാണെന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ ആത്മഹത്യാ പ്രേരണ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. സ്കൂളിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് TC കൊടുത്തു വിടേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു എന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയായിട്ടുള്ള അധ്യാപകൻ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ കൊല നടന്നിട്ടുള്ള പെരുമലയിലെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ മതിലുകൾക്ക് ഇടയിൽ നിൽക്കുന്നത് റിട്ടയർഡ് ആയിട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടാണ്. അപ്പോൾ ഇവരാരും തന്നെ ഒരു നിലവിളിയും ഒരു കരച്ചിലും ആ വീട്ടിനുള്ളിൽ നിന്ന് കേട്ടിട്ടില്ല എന്നതാണ് പോലീസിന് നിലവിൽ മൊഴിയായിട്ട് നൽകിയിട്ടുള്ളത്. അങ്ങനെ എങ്ങനെ കൊല്ലാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഒരുപക്ഷെ ഏവരും ചിന്തിക്കുക. കാരണം അത്ര കൊലപാതകം ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കേസ് പോലും ഇല്ലാത്ത ഈ പ്രതിക്ക് ഒറ്റ അടിക്ക് ഇവരെ എങ്ങനെ കൊല്ലാൻ സാധിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. പ്രതി സഞ്ചരിച്ച സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസിൻ്റെ സ്ക്വാഡ് ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് എടുക്കുന്നുണ്ട്. അതുൾപ്പെടെ അവർ പരിശോധിച്ച് കഴിഞ്ഞിട്ടാണുള്ളത്.
മറ്റൊരു കാര്യം, ഈ അടുത്ത് ഈ ഉപ്പ ഗൾഫിലുള്ള സമയത്ത് ഇവർ സാമ്പത്തികമായിട്ട് ഏറെ പുരോഗതി ഉള്ള സമയത്ത് കാറും ബുള്ളറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാൾ, അതായത് 3 ആഴ്ചക്കടുത്തായിട്ട് ഈ ഹോട്ടലിൽ നിന്നൊക്കെ അടിക്കടി ഭക്ഷണം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരും, കഴിക്കുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്തൊരു അയൽവാസി തന്നെ നമ്മളോട് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു, ഈ ഇത്തരത്തിൽ കുറേ നാളായി 3 ആഴ്ചയിലധികമായി ഭക്ഷണം വാങ്ങുന്നുണ്ടെങ്കിലും പണം നൽകാറുണ്ടായിരുന്നില്ല. ഇന്ന് തരും, നാളെ തരും, എന്തായാലും തരും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു ഭക്ഷണം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ആ കടം ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അമ്മയോടാണ് ആദ്യം ഈ കൃത്യം ചെയ്യാൻ വേണ്ടി പ്രതി ശ്രമിച്ചത്. അപ്പോൾ അമ്മയോട് വഴക്കിട്ടതിന് ശേഷമാണ് പണം ആവശ്യപ്പെട്ട് വഴക്കിട്ടു എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അത് നൽകാത്തതിനെ ചൊല്ലിയാണ് അമ്മയുടെ തല ഭിത്തിയിലേക്ക് ഇടിച്ച് അവിടെ വീഴ്ത്തുകയും അമ്മ മരിച്ചു എന്ന് കരുതിയാണ് മുറി പൂട്ടി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് മറ്റ് കൊലപാതകങ്ങൾ ചെയ്ത് വീണ്ടും തിരിച്ചു വരുന്ന തൻ്റെ സഹോദരനെ കാത്തിരുന്നത് കൊല ചെയ്യാൻ വേണ്ടി. അത് ചെയ്തതിന് ശേഷമാണ് തൻ്റെ ഉറ്റ സുഹൃത്തിനെ വീട്ടിലെത്തിക്കുകയും ഈ കൊലപാതകം ചെയ്തതുമെന്നാണ് പോലീസിനോട് നിലവിൽ മൊഴിയായിട്ട് നൽകിയിട്ടുള്ളത്. കാരണം ഇപ്പോഴും സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുകയാണെങ്കിലും പോലീസ് ആ മൊഴി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 75 ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നാണ് നിലവിൽ ഈ വിദേശത്തുള്ള പിതാവിനോട് പോലീസ് ചോദിച്ച ഘട്ടത്തിൽ പിതാവ് പോലീസിനോട് പറഞ്ഞതെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. അത് തന്നെയാണോ, അതിൽ കൂടുതൽ കടമുണ്ടോ, ഈ ഉപ്പയുടെ കടം എങ്ങനെയാണ് മകൻ്റെ തലയിലേക്ക് വന്നത്, അതിനുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവരുടെ പിതാവ് റഹീം വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് ഉടൻ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ മൊഴി എടുത്താൽ മാത്രമേ എന്താണ് ഈ സാമ്പത്തിക ബാധ്യത, ഇത്രത്തോളം സാമ്പത്തിക ബാധ്യത എങ്ങനെ വന്നു, ഇതിൻ്റെ പേരിൽ എന്തിനാണ് ഈ 23 വയസ്സുകാരൻ ഈ കുറ്റകൃത്യം ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒപ്പം അതിപ്രധാനമായിട്ടുള്ള മൊഴി അത് ഈ പ്രതിയുടെ മാതാവിൻ്റെതാണ്, അമ്മയുടേതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ആ മൊഴി എടുക്കാൻ സാധിക്കില്ല. കാരണം വെന്റിലേറ്ററിൽ ഇപ്പോഴും തലയ്ക്കും മുഖത്തും അടിയേറ്റ് കിടക്കുകയാണ്. ക്യാൻസർ രോഗി കൂടിയാണ് ഈ മാതാവ് എന്നാണ് പ്രതി മൊഴിയായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിൽ അസുഖബാധിതയായിട്ടുള്ള ആ അമ്മയെയാണ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ അടിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി പ്രതി ശ്രമിച്ചത്. ആ അമ്മ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിൽ നിന്ന് ഭേദപ്പെട്ടാൽ മാത്രമേ മൊഴി പോലീസിന് രേഖപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥിതിയിലല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതി എന്തായാലും അപകടാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതി ഒന്നിനോടും സഹകരിക്കുന്നില്ല എന്നത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം തന്നെ. ഇത്തരത്തിൽ ഒരു സാഹചര്യത്തോടും അതായത് മൊഴിയെടുപ്പിനോടും ഒപ്പം തന്നെ ഈ ചികിത്സാ രീതിയോടും ഇതിനോടും സഹകരിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രതി സഞ്ചരിച്ച വഴികളിലെ ചില CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ള ഒരു കാര്യം അത് തെറ്റാണെന്ന് മനസ്സിലായിരിക്കുകയാണ്. ആണ്ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെയുള്ള ഒരു കടയിൽ നിന്നാണ് താൻ കൊലപാതകം നടത്താൻ ഉപയോഗിച്ചിട്ടുള്ള ആയുധം വാങ്ങിയിട്ടുള്ളത് എന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ആയുധം ഈ പുതിയ വിവരങ്ങൾ ശേഖരിക്കുക.